Good morning, dear students. Last class we have discussed about the fundamentals of lattice vibration. What is phonon, and before that, what are the basic concepts of condensed matter physics. Okay. Today we are going to discuss about lattice vibration of a monoatomic crystal. Okay, vibration of a monoatomic crystal in a one-dimensional model. That is an important essay. Okay, അപ്പോൾ നമ്മൾ മോണോഅറ്റോമിക് വൈബ്രേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലാറ്റിസ് വൈബ്രേഷനാണ് കാണുന്നത്. അപ്പോൾ ബിഫോർ ദാറ്റ് ഹിയർ lattice vibration is the what is lattice vibration? Lattice, actually we know that what is a lattice. Lattice is what is the lattice? Lattice is a crystal can be situated in a crystal, where the crystal can be situated, that is the lattice. അപ്പോൾ നമുക്കൊരു ക്രിസ്റ്റലിന് അതിൻ്റെ ബേസിസ് അതിൻ്റെ ആറ്റംസിനെ അതിന് എവിടെ ഇരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്കെൽട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദറ്റ് ഈസ് ആക്ച്വലി എന്ത് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇത് ലാറ്റിസ് ക്യാൻ ബി വൈബ്രേറ്റഡ്. അങ്ങനെ ലാറ്റിസിന് വൈബ്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇറ്റ് ഷുഡ് എക്സിബിറ്റ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ആറ്റത്തിന് വൈബ്രേഷൻ എനർജി ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? നെയ്ബറിങ് ആറ്റത്തുമായിട്ട് അത് ഇൻ്ററാക്ട് ചെയ്യും. ആറ്റത്തിന് നെയ്ബറിങ് ആറ്റവുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നെയ്ബറിങ് ആറ്റവുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുവാണെങ്കിൽ, തൊട്ടടുത്താണ് ആറ്റം ഇരിക്കുന്നതെങ്കിൽ, ആ മീഡിയത്തിന് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? അതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മീഡിയമാണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ആറ്റത്തെ തൊട്ടടുത്ത്, ക്ലിയർ ആയില്ലേ? തൊട്ടടുത്താണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് അതിന് ഇടയ്ക്കൊരു ഗ്യാപ്പില്ല, ആറ്റംസ് ആർ സിറ്റുവേറ്റഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ, ദെൻ ആ ഒരു ടൈപ്പ് ഓഫ് അങ്ങനെ നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യത്തുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് ഹോമോജീനിയസ് മീഡിയം. ആ ഒരു മീഡിയത്തിന്, നമുക്ക് ക്രിസ്റ്റലിൻ്റെ മീഡിയത്തിന്, അല്ലേ, ഒരു മീഡിയം നെസസറി ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹോമോജീനിയസ് മീഡിയം. ബട്ട് ഹിയർ പിന്നെ ഒരു ലാറ്റിസ് വൈബ്രേഷൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു അസംഷൻ എടുക്കാൻ പറ്റും. പിന്നെ വേറെ രീതിയിൽ ലാറ്റിസിനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ലാറ്റിസ്, അതായത് ഈ ആറ്റം, ലാറ്റിസ് അല്ല, ഈ ആറ്റം ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന ലാറ്റിസ് ക്യാൻ ബി കണക്റ്റഡ് വിത്ത് എ സ്പ്രിങ്. That is like this one. Lattice can be connected with a spring. അപ്പോൾ സെയിം സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരേ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വിത്ത് എ സ്പ്രിങ്. ഇത് തൊട്ടടുത്താണ്, സ്പ്രിങ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഹോമോജീനിയസ് മീഡിയം എന്നും. വെൻ ദീസ് ആറ്റംസ് ആർ കണക്റ്റഡ് വിത്ത് എ സ്പ്രിങ് ആൻഡ് ദ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഈസ് ടേക്കൺ ആസ് ബീറ്റ, then that atom can be vibration, that is known as lattice vibration എന്ന് വേണം പറയാം, അല്ലേ? അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്? നോൺ ഹോമോജീനിയസ് മീഡിയം. അപ്പോൾ ലാറ്റിസ് വൈബ്രേഷന് എങ്ങനെയൊക്കെ നടത്താൻ പറ്റും? ഹോമോജീനിയസ് മീഡിയത്തിലും നോൺ ഹോമോജീനിയസ് മീഡിയത്തിലും നടത്താൻ പറ്റും. ഈ ഹോമോജീനിയസ് മീഡിയത്തിൽ ലാറ്റിസ് വൈബ്രേഷൻ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല. വി കനോട്ട് ഒബ്സർവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം, അല്ലേ? സോ നമ്മൾ എന്തായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന മെത്തേഡ് എന്തായിരിക്കും? ഈ ഒരു ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളെടുക്കുന്ന മോണോഅറ്റോമിക് ബേസിസിൽ അതിൻ്റെ ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് വൈബ്രേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാറ്റിസ് വൈബ്രേഷൻ ക്യാൻ ബി ട്രീറ്റഡ് ഇൻ എ ഹോമോജീനിയസ് മാനർ. ഓക്കെ. ആൻഡ് ഇത് സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത്, പിന്നെ ഒരു ലാറ്റിസ് വൈബ്രേഷൻ നമുക്ക് വേണമെങ്കിൽ
ലാറ്റിസ് വൈബ്രേഷന് മെയിനായിട്ട് 2 രീതിയിൽ ലാറ്റിസ് വൈബ്രേഷൻ നടക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് ലാറ്റിസിനെ വൈബ്രേറ്റ് ചെയ്യും, ലാറ്റിസിന് വൈബ്രേഷൻ നടക്കാൻ പറ്റും. ഫ്രീ ലാറ്റിസ് വൈബ്രേഷനും പിന്നെ ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷനും. എന്തൊക്കെയാണ്? ഫ്രീ ലാറ്റിസ് വൈബ്രേഷന് ആൻഡ് ഓൾസോ എ ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷന്. ദെൻ വാട്ട് ഈസ് ഫ്രീ ലാറ്റിസ് വൈബ്രേഷന്? അതിന് ഫ്രീ ആയിട്ട് വേറെ ഒന്നും എക്സ്റ്റേണൽ ആയിട്ടൊരു ഇൻഫ്ലുവൻസും ഇല്ല. ഫ്രീ ആയിട്ട് ലാറ്റിസിനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ലാറ്റിസ് വൈബ്രേഷൻ പോസിബിൾ ആണെങ്കിൽ, that can be explained the specific heat of the crystal, then also the thermal conductivity of the crystal. അല്ലേ? അപ്പം അത് വെച്ചുകൊണ്ടാണ് ആക്ച്വലി ഫ്രീ വൈബ്രേഷൻ നടത്തുമ്പോഴാണ് നമുക്കതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും അതിൻ്റെ സ്പെസിഫിക് ഹീറ്റൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? 2 രീതിയിൽ ലാറ്റിസ് വൈബ്രേഷൻസ് പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? ഫ്രീ ലാറ്റിസ് വൈബ്രേഷനും ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷനും. ഇതിന് ഫ്രീ ആയിട്ട് ലാറ്റിസ് വൈബ്രേഷൻ നമുക്ക് നടത്താൻ പറ്റുമെങ്കിൽ, എക്സ്റ്റേണലായിട്ടൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ നടത്താൻ പറ്റുവാണെങ്കിൽ, നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി. ആ ലാറ്റിസിൻ്റെ കേസിൽ തെർമൽ കണ്ടക്ടിവിറ്റി, സ്പെസിഫിക് ഹീറ്റ് വാല്യൂ ഒക്കെ വി ക്യാൻ കാൽക്കുലേറ്റ്. ഓക്കെ, ദെൻ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലാറ്റിസ് വൈബ്രേഷൻ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷനാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. വി ക്യാൻ കൺസിഡർ വാട്ട് ഈസ് എ ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷൻ. ഇപ്പോൾ സെക്കൻഡ് അസംഷൻ എന്താണ്? ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷൻ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ, when we give a force to this point, what happened? The atoms are vibrated with the help of a spring. അപ്പോൾ എന്ത് ചെയ്യും? ഈ ആറ്റംസ്, ഓരോ ആറ്റം എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും, അല്ലേ? ഡിസ്പ്ലേസ് ചെയ്യും. ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആറ്റവും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്കിതൊരു സിംഗിൾ ലൈനിലേ കാണിക്കുന്നുള്ളൂ. നമുക്കൊരു ആക്ച്വലി ഇപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ദ വൈബ്രേഷൻ ഓഫ് ദിസ് നെയ്ബറിങ് ആറ്റം ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, ദ വൈബ്രേഷൻ ഓഫ് ദിസ് നെയ്ബറിങ് ആറ്റം ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ദെൻ നമുക്കിനി നമ്മുടെ കേസിൽ നമ്മൾ എങ്ങനെയാണ്, ഇതിപ്പോൾ ഒരു സിംഗിൾ ഡയമെൻഷനാണ് കണ്ടത്. ആക്ച്വലി ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് സെൽസിൻ്റെ റെപ്പറ്റീഷൻ ആണെന്ന് നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് എന്തായിരിക്കും? ആറ്റംസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ലാറ്റിസ് പൊസിഷന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഈ ആറ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ദിസ് ആറ്റം ക്യാൻ ബി മൂവ്ഡ് in this direction and also in this direction. ഓക്കെ, അപ്പം പെർപെൻഡിക്കുലർ ആയിട്ട് പാരലായിട്ട് ഈ ഒരു 2 ഡയറക്ഷനിലും ഈ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഓൾസോ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, അപ്പ് ഡൗൺ, ദിസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ വി cannot find out the value of any particular factor. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് നമുക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ കേസിൽ നമ്മൾ എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ? ഒരു 1 ഡയമെൻഷണൽ കേസ് മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ഏത് ഡയറക്ഷനാണ്? ഈ ഡയറക്ഷനിൽ മാത്രമേ ഉള്ള ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇതിനകത്ത് എടുക്കുന്ന? മെയിനായിട്ട് ഇറ്റ് ഒബേ ഹുക്സ് ലോ, അല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത് എന്താണ്? ഹുക്സ് ലോ ആണ്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ഓർ യു. നമ്മൾ എന്താണ് എടുക്കുന്നത്? അത് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഫസ്റ്റ് അസംപ്ഷൻ. സെക്കൻഡ് തിങ് ഈസ് ദാൻ എന്താണ്? ഇറ്റ്സ് എ മീഡിയം ഈസ് ഇൻഹോമോജീനിയസ്. ഹോമോജീനിയസ് അല്ല, ഇൻഹോമോജീനിയസ് മീഡിയം. ആൻഡ് തേർഡ് വൺ ഈസ് ഹിയർ വി റിസ്ട്രിക്റ്റഡ് ദ direction of the movement of atom longitudinal direction only. അപ്പം നമ്മൾ എന്ത് മാത്രമേ ഉള്ളൂ? ഏത് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ? റിസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൺലി ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മാത്രമുള്ള ആറ്റംസാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കണം. എന്തൊക്കെയാണ് അസംഷൻസ്? ഫസ്റ്റ് അസംഷൻ ഈസ് ഇറ്റ് ഒബേ ഹുക്സ് ലോ ആൻഡ് ദ സെക്കൻഡ് ഈസ് ദാറ്റ് എന്താണ്? The medium is in a homogeneous, inhomogeneous, not homogeneous, inhomogeneous medium, and also it is the direction is restricted only in a longitudinal
ഡയറക്ഷൻ ഓർ എക്സ് ഡയറക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് എന്ത് ടൈപ്പ് ലാറ്റിസ് വൈബ്രേഷനാണെന്ന് ഞാൻ പറഞ്ഞത് ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷനാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലായി. ദെൻ ഞാൻ പറഞ്ഞു ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പ്രിങ് അല്ലേ. സ്പ്രിങ് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്, സ്പ്രിങ്ങിൻ്റെ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പ്രിങ്. അപ്പോൾ ഈ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അല്ലേ, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോഴും കപ്പിൾഡ് ഓസിലേഷൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് കപ്പിൾഡ്, ഇറ്റ് എക്സിബിറ്റ് കപ്പിൾഡ് ഓസിലേഷൻ. കപ്പിൾഡ് ഓസിലേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു കപ്പിൾഡ് ഓസിലേഷൻസ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏത് ഡയറക്ഷനിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു കപ്പിൾഡ് ഓസിലേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്പ്രിങ് വി ക്യാൻ സീ ദാറ്റ്. സോ എന്ത് സംഭവിക്കും? നമുക്ക് അതിനകത്തുനിന്ന് ഒരു പാരാമീറ്റർ അവിടെ നിന്ന് നമുക്ക് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് പോസിബിൾ അല്ല അല്ലേ. ഏത് ഡയറക്ഷനിലും ഇങ്ങനെ മൂവ്മെൻറ്റ് പോസിബിൾ ആണെങ്കിൽ അവിടെ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മളതിനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്, ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് മാത്രം നമ്മൾ എടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ എയിം എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇവിടെ ഞാൻ പറഞ്ഞു ഇതിനകത്തെല്ലാം കഴിഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. എന്താണ്? ഡിസ്പേഴ്സീവ് റിലേഷൻ. ഡിസ്പേഴ്സീവ് റിലേഷൻ. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കർവ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ എടുക്കുന്നത് ഇതിൻ്റെ വേവ് വെക്റ്റർ വേഴ്സസ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് വി ഒബ്റ്റെയിൻ എ മൂവ്മെൻറ്റ് ഓഫ് ദ വേവ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് ഫേസ് വെലോസിറ്റി, അത് മൂവ് ചെയ്യുമ്പോൾ ഒരു വേവ് വെക്ടറാണ് അല്ലേ, ഫേസ് വേവ് ആയിട്ടും ഇതെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് ഇവിടം തുടങ്ങി ഈ ഇവിടം വരെയുള്ള ഈ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോഴൊരു ഗ്രൂപ്പ് വെലോസിറ്റിയും അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പം ഫേസ് വെലോസിറ്റി ഇക്വേഷൻ എന്താ? വി പി ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ കെ എം. അപ്പോൾ ഈ ഒമേഗയും കെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു എന്തിൻ്റെ കേസിൽ? ലാറ്റിസ് വൈബ്രേഷൻ്റെ കേസിൽ. സോ വി ക്യാൻ ഡ്രോ എ ഗ്രാഫ് ബൈ ഏതൊക്കെയാണ്? ഇൻ എക്സ് ആക്സിസിൽ കെയും ആൻഡ് ഒമേഗ വേഴ്സസ് കെ. ഓക്കെ, ഒമേഗ വേഴ്സസ് കെ എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട്. സോ what is the relation between, first of all, this dispersive relation can be calculated, and what is the expression of the dispersive relation. So we have to find the value of this dispersive relation. First of all, we assume that the atom this is a inhomogeneous medium, and also the atom എന്താണ്? മൂവ് വിത്ത് എക്സ്റ്റേണൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ആൻഡ് ദിസ് ഒബേ എ ഹുക്സ് ലോ എഫ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഈക്വൽ ടു മൈനസ് ബീറ്റ യു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനുള്ളത് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെന്താണ്? ഇൻഹോമോജീനിയസ് ആയിട്ടുള്ള മീഡിയമാണ് ഇത്, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ആറ്റം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ആറ്റത്തിൻ്റെ ഇത് ആക്ച്വലി ട്രാൻസിഷൻ വെക്ടറാണ്. എക്സ് ആക്സിസിലെ ട്രാൻസിഷൻ വെക്ടർ എ, വൈ ആക്സിസിലെ ബി, ഇസഡ് ആക്സിസിലെ സി. അപ്പം എ അല്ലേ. അപ്പോൾ എന്തായിരിക്കും? അതിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കതിൻ്റെ പൊസിഷൻ നോക്കണം. ഇത് എന്ത് പൊസിഷൻ നമുക്ക് എടുക്കുവാണ്? ഇത് എന്ത് പൊസിഷനിലുള്ള ഒരു ആറ്റമായിട്ട് എടുത്തു. ദെൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ n+1, n+2, n+3 എക്സെട്ര. ആൻഡ് അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ പോകുമ്പം n-1, n-2 എക്സെട്ര. Each atom is separated with the same wave vector or same parameter, that is A. And the mass of the atom is m, which is a monoatomic ആണ്. So this mass of each atom is same and it is taken as m.
ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് ഈ ആറ്റത്തിൻ്റെ നമ്മൾ എം ആയിട്ട് എടുക്കുന്നു. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് nth, n+1, n+2 and n-1, n-2 etc. And the displacement or the distance between the two atoms is separated with a spring and the separation is a. And the distance between the two atoms is a, and this can be connected with a spring. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന അസംഷൻ്റെ ബേസിസിൽ എന്താ കണ്ടുപിടിക്കാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞത്. ഒമേഗ വേഴ്സസ് കെ റിലേഷൻ എന്താണ്, ഒമേഗ കെ റിലേഷൻ എന്താണ്, അതാണ് നമ്മൾ ഡിസ്പെർഷൻ റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിനകത്ത് കൊടുക്കണം അല്ലേ. എക്സ്റ്റേണൽ ഫോഴ്സ് ഇത് ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്, നമ്മൾ ലാറ്റിസ് വൈബ്രേഷനാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ലാറ്റിസ് വൈബ്രേഷൻ അല്ല ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഫോഴ്സ്ഡ് ലാറ്റിസ് വൈബ്രേഷൻ്റെ ഹെൽപ്പ് കൊണ്ട് ഈ ആറ്റത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു അല്ലേ. ദിസ് ആറ്റം ഈസ് ഡിസ്പ്ലേസ്ഡ് വിത്ത് ദിസ് മച്ച് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് UN-2 of the atom n-2 and n-2 to n-1 പൊസിഷൻ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് UN-1. എന്തിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്, എന്ത് ആറ്റം ക്യാൻ ഒക്വയർ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് UN, n+1 the atom can occur with the displacement n+1 and so on. അപ്പോൾ ഇതിന് എന്ത് ആറ്റത്തിന് UN ഡിസ്പ്ലേസ്മെൻറ്റും n-1 ആറ്റത്തിന് UN-1ഉം n-2വിന് UN-2ഉം n+1ന് UN+1 ആൻഡ് എക്സെട്ര ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നാലും ആറ്റത്തിൻ്റെ സെപ്പറേഷൻ ചേഞ്ച് ചെയ്യൂ. The A becomes same. Okay, the value of the transition vector or the distance between the two atoms are constant. അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന ലെറ്റസ് at any instant t displacement of n-1 n+1 nth n+1 from their mean position b UN-1 UN UN+1 etc. Okay, then we take F equal to നമ്മൾ ഇതിലേക്ക് കൊടുക്കുവാണ്, നമ്മൾ നമ്മുടെ ഹുക്സ് ലോയിലേക്ക് കൊടുക്കുകയാണ്. ഹുക്സ് ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു അല്ലേ. ഇവിടെ ഒരു നമുക്ക് അറിയാം ഒപ്പോസിറ്റ് ഫോഴ്സാണ്. സോ എഫ് ഈക്വൽ ടു മൈനസ് ബീറ്റ യു. ഇക്വേഷൻ നമ്പർ 1, എഫ് ഈക്വൽ ടു മൈനസ് ബീറ്റ യു. ദെൻ എഫ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ബീറ്റ ഇൻറ്റു എന്താണ്? യു എന്ന് പറയുന്നത് എന്ത് പൊസിഷനിലിരിക്കുന്ന ഈ ആറ്റത്തെയാണ് നമ്മൾ എടുക്കുന്നത്. ഏതെടുക്കുന്നത്? എന്ത് പൊസിഷനിലിരിക്കുന്ന ഈ ആറ്റത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഏതിനും ഇൻട്രാക്ഷൻ്റെ എഫക്റ്റാണ്. ഈ UN-1ൻ്റെയും UN+1ൻ്റെയും എന്തിൻ്റെ ഇൻ്ററാക്ഷൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും എന്തിന് കിട്ടുന്നത്. എന്തിൻ്റെയൊക്കെയാണ് അല്ലേ? ഇതിന് നെയ്ബറിങ് ആയിട്ടുള്ള ആറ്റമാണ് n-1ഉം n+1ഉം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ആറ്റം എന്ന് പറയുന്നത് എന്തിനെയൊക്കെ അഫക്റ്റ്, എന്ത് പൊസിഷന് എന്തിൻ്റെയൊക്കെ കേസുകൾ വരും? ഇതിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്ന റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ UN ഈക്വൽ ടു നമ്മൾ ഈ കേസ് ഈ ഒരു ആറ്റത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന് അനാലിസിസ് നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തായിരിക്കും? മൈനസ് ബീറ്റ ഇൻറ്റു UN ഈക്വൽ ടു ഇതാണ് പോസിറ്റീവ് ഡയറക്ഷനാണ്. UN+1 UN മൈനസ് UN+1 മൈനസ് രണ്ട് ഡയറക്ഷനാണ്. മൈനസ് ബീറ്റ ഇൻറ്റു UN-1 മൈനസ് UN. ഓക്കെ, എന്താണ്? UN മൈനസ് UN+1 മൈനസ് UN-1 മൈനസ് UN. ദാറ്റ് ഈസ് ഈക്വൽ ടു F ഈക്വൽ ടു മൈനസ് ബീറ്റ UN മൈനസ് UN+1
പ്ലസ് ഇതെന്തായാലും മൈനസ് മൈനസും കൂടി ആകുമ്പോൾ പ്ലസ് ബീറ്റ ഇൻറ്റു യു എൻ മൈനസ് 1 മൈനസ് യു എൻ. ഓക്കെ, ദെൻ എം ഈക്വൽ ടു നമുക്കറിയാം എഫ് ഈക്വൽ ടു വാട്ട് ഇസ് എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ ഓർ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ. ഇവിടെ എക്സിന് പകരം ഇവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് വി ക്യാൻ യൂസ് ഹിയർ ഈസ് യു. സോ എം ഇൻറ്റു മാസ് സെയിം ആയതുകൊണ്ട് എം ഇൻറ്റു ഡി സ്ക്വയർ യു എൻ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും യു എൻ ബീറ്റ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് യു എൻ മൈനസ് 2un ആൻഡ് യു എൻ മൈനസ് 1 അല്ലേ, യു എൻ മൈനസ് 1 യു എൻ പ്ലസ് 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും യു എൻ പ്ലസ് 1 പ്ലസ് യു എൻ മൈനസ് 1 മൈനസ് 2un. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിൽ വെക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം ഫോഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതി എന്ത് കണ്ടുപിടിക്കാൻ പോവാന്ന് ഞാൻ പറഞ്ഞ ഒമേഗ റിലേറ്റഡ് വിത്ത് വേവ് വെക്റ്റർ ഡിസ്പേർഷൻ റിലേഷന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എടുത്തത് എന്താണ്, എഫ് ഈക്വൽ ടു മൈനസ് ബീറ്റ യു എന്നെടുത്തു. ദെൻ നമ്മൾ വാല്യൂസൊക്കെ കൊടുത്തു. ഇതിനകത്ത് എന്ത് കേസിലുള്ള ആറ്റംത്തെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നോക്കുന്നത്. അപ്പം ഇതിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിരിക്കും ഇതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ബാക്കി നമുക്ക് ഡെറിവേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.